അസ്സലാമുഅലൈക്കും പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ഈ വീഡിയോ കാണുന്നവരിൽ എത്രപേർ എന്നും ദുആ ചെയ്യുന്നുണ്ട്? വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം, രാത്രികളിൽ കരഞ്ഞുകൊണ്ട് ചോദിച്ച ഒരു കാര്യം, സുജൂദിൽ വീണ് അപേക്ഷിച്ച ഒരു ആവശ്യം എല്ലാവർക്കുമുണ്ടല്ലേ? പക്ഷേ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ഇത്രയും ദുആ ചെയ്തു, എന്നിട്ടും എന്തുകൊണ്ട് അത് സ്വീകരിക്കപ്പെടുന്നില്ല? സഹോദരങ്ങളെ, ദുആ സ്വീകരിക്കപ്പെടാത്തതിന്റെ പ്രശ്നം പലപ്പോഴും അല്ലാഹുവിന്റെ ഭാഗത്തല്ല, അത് നമ്മുടെ ഭാഗത്തായിരിക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരാളെ ഫോൺ ചെയ്യുന്നു, പക്ഷേ നമ്മുടെ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത സാഹചര്യം. അപ്പോൾ നമുക്ക് മറുപടി കിട്ടുമോ? അതുപോലെയാണ് ചിലപ്പോൾ നമ്മുടെ ദുആയും. നമ്മൾ കൈ ഉയർത്തും, പക്ഷേ ദുആ സ്വീകരിക്കപ്പെടാൻ വേണ്ട പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഹറാമിനെ നിസ്സാരമായി കാണുന്ന ഒരു സമൂഹമാണ് നമ്മൾ. കള്ളം പറഞ്ഞ് സമ്പാദിക്കും, വഞ്ചിച്ച് പണം വാങ്ങും, പലിശ വാങ്ങും, മറ്റുള്ളവരുടെ അവകാശം തട്ടിയെടുക്കും. പിന്നെ രാത്രി എഴുന്നേറ്റ് പറയും, യാ അല്ലാഹ്, എന്റെ ദുആ സ്വീകരിക്കണേ. എങ്ങനെ സ്വീകരിക്കപ്പെടും? നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വളരെ വ്യക്തമാണ്. ഭക്ഷണവും ഹറാം, വരുമാനവും ഹറാം, വസ്ത്രവും ഹറാം. എന്നിട്ട് ആ മനുഷ്യന്റെ ദുആ എങ്ങനെ സ്വീകരിക്കപ്പെടും? സഹോദരങ്ങളെ, നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാത്തതിന്റെ കാരണം അന്വേഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ വരുമാനം ഹലാലാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? മറ്റൊരു കാര്യം, പാപം. എല്ലാവരും പാപം ചെയ്യും. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. പക്ഷേ പ്രശ്നം പാപം ചെയ്യുന്നതല്ല, പാപം ചെയ്തിട്ടും അതിൽ തന്നെ തുടരുന്നതാണ്. ഒരു ഭാഗത്ത് രാത്രി തഹജ്ജുദ് നിസ്കാരം, മറ്റൊരു ഭാഗത്ത് പകൽ മുഴുവൻ ഗീബത്ത്, ഒരു ഭാഗത്ത് ഖുർആൻ പാരായണം, മറ്റൊരു ഭാഗത്ത് ഹറാം കാഴ്ചകൾ, ഒരു ഭാഗത്ത് ദുആ ചെയ്യുന്നു, മറ്റൊരു ഭാഗത്ത് അനുസരണക്കേട് കാണിക്കുന്നു. ഇങ്ങനെ ജീവിച്ചിട്ട് ദുആ സ്വീകരിക്കപ്പെടാത്തതിൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ പ്രശ്നം നമ്മുടെ തിടുക്കമാണ്. ഒരു മാസം ദുആ ചെയ്തു, 2 മാസം ദുആ ചെയ്തു, പിന്നെ പറയും, ഒന്നും കിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു നമ്മുടെ ജോലിക്കാരനാണോ? നമ്മൾ ആവശ്യപ്പെട്ട ഉടനെ എല്ലാം കിട്ടാൻ? അല്ലാഹു റബ്ബാണ്, സൃഷ്ടാവാണ്. നമുക്ക് എന്താണ് നല്ലതെന്ന് നമ്മളെക്കാൾ നന്നായി അറിയുന്നവനാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന കാര്യം നമ്മൾക്ക് നാളെ അപകടമായിരിക്കാം. അല്ലാഹു അത് അറിയുന്നു. അതിനാൽ വൈകുന്നതെല്ലാം നിഷേധമല്ല. സഹോദരങ്ങളെ, മറ്റൊരു വലിയ കാരണം നമസ്കാരത്തെ അവഗണിക്കൽ. ഒരു ദിവസം 5 പ്രാവശ്യം അല്ലാഹു വിളിക്കുന്നു, വരൂ, എന്നെ ആരാധിക്കൂ. പക്ഷേ നമ്മൾ പോകുന്നില്ല. എന്നിട്ട് പ്രശ്നം വന്നപ്പോൾ മാത്രം കൈ ഉയർത്തുന്നു. നമ്മൾ അല്ലാഹുവിനെ മറന്നിരിക്കുമ്പോൾ അല്ലാഹു നമ്മളെ മറക്കില്ല. പക്ഷേ നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ദുആ മാത്രം സ്വീകരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് വലിയ തെറ്റാണ്. സഹോദരങ്ങളെ, ഭാര്യയുടെ കണ്ണീരിന് മുകളിലൂടെ നടന്നു പോകുന്ന ഭർത്താവ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ, ബന്ധുക്കളെ അകറ്റി നിർത്തുന്നവർ, മറ്റുള്ളവരെ അപമാനിക്കുന്നവർ, ഇവർ ഒരു കാര്യം ഓർക്കണം: പീഡിതന്റെ ദുആയ്ക്കും അല്ലാഹുവിനും ഇടയിൽ മറയില്ല എന്നത്. നമ്മൾ ആരെയെങ്കിലും കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണീരിന്റെ കണക്ക് അല്ലാഹുവിന്റെ അടുത്തുണ്ട്. ഈ വീഡിയോ കണ്ടു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കൂ: ദുആ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ കൈ ഉയർത്തിയ ഓരോ നിമിഷവും, നിങ്ങൾ കണ്ണീരൊഴുക്കിയ ഓരോ രാത്രിയും, നിങ്ങൾ റബ്ബിന് മുന്നിൽ പറഞ്ഞ ഓരോ വാക്കും അല്ലാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ ചോദിച്ചത് തന്നെ കിട്ടും, അല്ലെങ്കിൽ അതിലും നല്ലത് കിട്ടും, അല്ലെങ്കിൽ വരാനിരുന്ന ഒരു വലിയ ദുരന്തം അല്ലാഹു മാറ്റിക്കളയും, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ മലപോലുള്ള പ്രതിഫലമായി അത് നിങ്ങൾക്ക് മുന്നിൽ വരും. അപ്പോൾ മനുഷ്യൻ പറയും, യാ അല്ലാഹ്, ലോകത്ത് എന്റെ ഒരു ദുആ പോലും സ്വീകരിക്കപ്പെടാതിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ നിർത്തരുത്. അല്ലാഹുവിന്റെ മുന്നിൽ കരച്ചിൽ നിർത്തരുത്. പ്രതീക്ഷ നിർത്തരുത്. കാരണം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്
എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, അത്യന്തം കരുണയുള്ള അല്ലാഹുവിനെയാണ്. അസ്സലാമു അലൈക്കും.